ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നിഫ്റ്റി വളരെ വേൾഡ് മാർക്കറ്റൊക്കെ ഇന്ന് വളരെ ഡൗൺ ആയിട്ടാണ് കാണുന്നത്. ഇപ്പം നിഫ്റ്റി ചെയ്യുന്നത് 24,834, ഓൾമോസ്റ്റ് 310 പോയിന്റ് ഡൗണിലായിരുന്നു ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ സമയം ഇപ്പം 2:45, ഇനിയിപ്പം 3/4 മണിക്കൂർ മാത്രമേ ഉള്ളൂ സമയം. അപ്പോൾ ഇന്നിപ്പോൾ നിഫ്റ്റി ഇപ്പം വേൾഡ് മാർക്കറ്റിൽ റെഡിലായതുകൊണ്ട് ഇത് റെഡിൽ തന്നെ ക്ലോസ് ചെയ്യാൻ സാധ്യത. So I'm not seeing any catalyst, to lift the market. കാരണം വേൾഡ് മാർക്കറ്റ് എല്ലാം ഇന്ന് റെഡിലാണ് കാണുന്നത്. ദാറ്റ്സ് വാട്ട് ഐ എം സീയിങ്. പിന്നെ മെയിൻലി ഇന്നത്തെ റിലയൻസ് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല. HDFC ബാങ്ക് ഈസ് ഓൾമോസ്റ്റ് 1640 വന്ന് 1643 വരെ വന്ന് പിന്നെയും ആ ലെവലിൽ തന്നെ നിൽക്കുന്നുണ്ട്. സോ അഡാനി, ഭാരതി എയർടെൽ ഇതൊക്കെ ഇന്ന് ഡൗൺ ആണ്. പക്ഷെ അഡാനി പോർട്ടിൻ്റെ ഒക്കെ ഞാൻ കാണുന്ന പ്രൈസ് 1439 ഒരു മാസം ലോ ആണ് ശരിക്കും വെച്ചാൽ. നിങ്ങൾക്ക് ഇത് ഈ പ്രൈസിലൊക്കെ ഇത് നല്ല നല്ല പ്രൈസായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് ഈ അഡാനി പോർട്ടൊക്കെ. സോ ദിസ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ബൈ എന്ന് ഞാൻ പറയും. ഇങ്ങനെയുള്ള സ്റ്റോക്കൊക്കെ ഈ പ്രൈസെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഇത് വാങ്ങിച്ച് ഹോൾഡ് ചെയ്യാൻ കുറച്ച് നല്ലതായിരിക്കും. കാരണം അഡാനി പോർട്ട് ഈസ് എ വെരി സ്ട്രോങ് കമ്പനി. ഐ ഓൾവേസ് റെക്കമെൻഡ്. വെൻ യു ഗെറ്റ് എൻ ഓപ്പർച്യൂണിറ്റി, ഇങ്ങനെ മാർക്കറ്റ് കറക്റ്റ് ചെയ്യുമ്പോഴുള്ള ഓപ്പർച്യൂണിറ്റി അത് കിട്ടുക നമുക്ക് പ്രധാനമായിട്ട്. അപ്പോൾ ഈ സ്റ്റോക്സാണ് ഞാൻ കണ്ടത്. പിന്നെ വേറെ സ്റ്റോക്ക് ഞാൻ കണ്ടത് ഇന്ന് ഈ കനറ ബാങ്ക് ഇസ് എ ഗുഡ് പ്രൈസ്. കനറ ബാങ്കിന് ഞാൻ പറയാനുള്ള കാരണം കനറ ബാങ്ക് ഈസ് ഓൾമോസ്റ്റ് അതിൻ്റെ പ്രൈസ് ഇപ്പോൾ ഓൾമോസ്റ്റ് നിയർ ടു ബുക്ക് വാല്യൂ ആണ്. 103 രൂപയിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് കനറ ബാങ്ക്. ചെന്നൈ പെട്രോളിയം ഈസ് ഓൾസോ കറക്റ്റഡ്. ദാറ്റ് ഈസ് ഓൾസോ എ ഗുഡ് സ്റ്റോക്ക്. കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളായി ചെന്നൈ പെട്രോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചില നല്ല സ്റ്റോക്സുകളൊക്കെ ചെന്നൈ പെട്രോളൊക്കെ കഴിഞ്ഞ ആഴ്ച നന്നായി ചെയ്തത്. ഈവൻ സ്റ്റിൽ ഇറ്റ് ഈസ് എൻ്റെ അപ്പുറത്ത് വരെ ചെന്നൈ പെട്രോളൊക്കെ ഒരു ബൈ ആയിട്ട് ഞാൻ കാണുന്ന സ്റ്റോക്കാണ്. പക്ഷേ ഇതൊരു ബൈ റെക്കമെൻഡേഷൻ അല്ല, ഞാൻ ജസ്റ്റ് എൻ്റെ വ്യൂ പറഞ്ഞു തന്നേ ഉള്ളൂ. സോ യു ഹാവ് ടു കൺസൾട്ട് വിത്ത് യുവർ അഡ്വൈസർ ഇഫ് യു വാണ്ട് ടു ബൈ എനി സ്റ്റോക്സ്. സോ ഈ സ്റ്റോക്സ് ഒക്കെ കുറച്ച് കറക്റ്റ് ചെയ്ത് ഞാൻ കാണുന്നു അത്. സോ ദാറ്റ്സ് എ ഗുഡ് സൈൻ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒക്കെ ഇന്നിപ്പോൾ അത് ഗോൾഡ്മാൻ സാക്സ് ഡൗൺഗ്രേഡ് ചെയ്തുകൊണ്ട് കുറച്ച് കുറഞ്ഞു. പക്ഷേ സ്റ്റേറ്റ് ബാങ്ക് ഈസ് അഗൈൻ ഐ തിങ്ക് 730, 786, ഇറ്റ്സ് ഓൾമോസ്റ്റ് 730 ഒക്കെ അതിൻ്റെ നല്ലൊരു പ്രൈസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ 785 ഇപ്പോൾ ഉള്ളത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ദാറ്റ് ഈസ് ഇങ്ങനെയുള്ള സ്റ്റോക്കുകളോ ഞാനത് വളരെ ഇന്ന് കുറച്ച് കറക്റ്റ് ചെയ്ത് കണ്ടത്. പിന്നെ എനിക്ക് വേറൊരു സ്റ്റോക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന സ്റ്റോക്കാണ്. നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോക്കും കൂടി. ഇത് ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്റ്റോക്കാണ്. ദാറ്റ് ഈസ് ഉമാ കൺവേർട്ടർ എന്നുള്ളൊരു കമ്പനി. ഉമാ കൺവേർട്ടർ എന്ന് വെച്ചാൽ ഇത് കസ്റ്റമൈസ്ഡ് പ്ലാസ്റ്റിക് പാക്കേജിങ് മെറ്റീരിയൽ ഉണ്ടാക്കുന്നൊരു കമ്പനിയാണ്. അത് അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്ലെക്സിബിൾ പാക്കേജിങ് മെറ്റീരിയൽ പല കൺട്രിയിലും ഫുഡ് ആൻഡ് ബീവറേജ്, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിലൊക്കെ ആവശ്യമാണെന്ന് വെച്ചാൽ. കാരണം ഈ കമ്പനിയിൽ ഞാൻ ഒരു ഗുണം എന്താ വെച്ചാൽ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 87 കോടിയുള്ളൂ. അപ്പോൾ കറണ്ട് അസറ്റ് നോക്കാൻ 102 കോടി അതിൻ്റെ കറണ്ട് അസറ്റ്. ലയബിലിറ്റി 67 കോടിയുള്ളൂ. പ്രൊമോട്ടർ 69% ഹോൾഡ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് ക്യാപ് ടു സെയിൽ 0.48 വരുന്നു. So if you look at other aspects, return on investment on capital is a 6.27% investment അതിൻ്റെ റിട്ടേൺസ് കൊടുക്കുന്നത്. സോ 43 റുപ്യക്ക് നിങ്ങൾക്ക് കൺസിഡർ ചെയ്ത് ലോങ് ടേമിൽ ഇത് വാങ്ങാൻ പറ്റുന്ന സ്റ്റോക്കുകളാണ് ശരിക്കും പറഞ്ഞാൽ. നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ നമ്പേഴ്സ് എല്ലാം നല്ല നമ്പേഴ്സായിട്ട് എനിക്ക് തോന്നുന്നത്. സോ ഞാനൊരു റെക്കമെൻഡേഷനായിട്ട് പറഞ്ഞില്ല, എനിക്ക് ഈ സ്റ്റോക്ക് കണ്ടപ്പോൾ നല്ലൊരു അട്രാക്റ്റീവ് പ്രൈസ് തോന്നി. സോ ഇതൊക്കെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന, വാച്ച് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളൊക്കെ. പിന്നെ വേറൊരു, ഞാനിത് കോമൺ മാൻ സ്റ്റോക്ക് ആക്കിയാണ്. ഐ വാണ്ട് ടു ഹെൽപ്പ് എവ്രി വൺ ടു കം ഇൻ ദ മാർക്കറ്റ് ആൻഡ് മേക്ക് മണി. ദാറ്റ് ഈസ് മൈ മോട്ടോ. So I don't want to recommend you Ultratech Cement. See that any donkey can recommend Ultratech Cement or buy Reliance. That is not a big thing. പക്ഷേ ഇതുപോലുള്ള സ്റ്റോക്സ് നിങ്ങൾ 36 കോടിൻ്റെ ഒരു കമ്പനികൾ മേടിച്ചിട്ട് നാളെ ഒരു 500 crores ആകുന്ന കമ്പനി അങ്ങനെയല്ലേ യു ക്യാൻ മേക്ക് മണി. ദെൻ യുവർ വാല്യൂ ഓൾസോ ഗോസ് അപ്പ്. ഇതിപ്പോൾ ഞാൻ വേറൊരു കമ്പനി കാണുന്ന SMIFS ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ളൊരു കമ്പനിയാണ്. ഇത് ഒരു അണ്ടർ റൈറ്റേഴ്സാണ്. അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ബുക്ക് വാല്യൂ 230 രൂപയാണ്. അതിൻ്റെ കറണ്ട് പ്രൈസ് 64 രൂപ. സോ ഇറ്റ് ഈസ് എ വാല്യൂ ഇൻ ദ കമ്പനി. സ്റ്റോക്ക് പി ഓൺലി 12 രൂപയുള്ളൂ. സോ ഇങ്ങനെയുള്ള കമ്പനി പ്രൊമോട്ടേഴ്സ് ഹോൾഡ് 60% പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ട്. റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ ക്യാപിറ്റൽ അതിന് കൊടുത്തിട്ടുണ്ട്. 12% റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ട്.
സോ ഇങ്ങനെയുള്ള കമ്പനി നിങ്ങൾക്ക് യു ക്യാൻ വാച്ച് ഇത്, യു ക്യാൻ ജസ്റ്റ് വാച്ച് ദീസ് കമ്പനീസ്. ഇങ്ങനെയുള്ള പ്രൈസിന് വാങ്ങിച്ചിട്ട് ഇതൊന്നും ഇന്ന് കറക്റ്റ് ആയിട്ടില്ല. ഈ സ്റ്റോക്കിൽ നിന്ന് നിങ്ങൾ പറയുന്ന പോലെ ഇത് ഈ മാർക്കറ്റിൽ നിഫ്റ്റി കറക്റ്റ് ചെയ്യുന്ന പോലെ ഇത് കറക്റ്റ് ആയിട്ടില്ല. ഈ സ്റ്റോക്ക് SME ക്യാപിറ്റലിൽ നിന്ന് 2% അപ്പാണ്. ഈ മാർക്കറ്റിലും അത് 2% അപ്പാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ ഉമാ കൺവേർട്ടറിൽ നിന്ന് 2.86% അപ്പാണ്. സോ ഇങ്ങനെയുള്ള മാർക്കറ്റിലും ദ സ്റ്റോക്ക് ഇത് റിസെലിയൻ്റ് അതാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ ഈ വേൾഡ് മാർക്കറ്റിൽ നിന്ന് US മാർക്കറ്റ് ഓപ്പൺ ആയി നോ ഇറ്റ് ഇസ് നോട്ട് ഓപ്പൺ ആയിട്ടില്ല. സോ അതുകൊണ്ട് അതാണ് ഞാൻ കാണുന്നത്. പിന്നെ മാർക്കറ്റ് താഴോട്ടൊക്കെ വരുന്നത്. പക്ഷേ ഞാൻ ഈ 24,500 25,000 രാവിലെ പറഞ്ഞത് 24,960 വരെ പോയിരുന്നത്. ഇപ്പോൾ ഉള്ളത് 24,830 ആണ്. സോ ലെറ്റ് us see തിങ്കളാഴ്ച എങ്ങനെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാന്നുള്ള കാര്യം നമുക്ക് നോക്കാം. തിങ്കളാഴ്ച എങ്ങനെ ഓപ്പൺ ചെയ്യാന്നുള്ള മാർക്കറ്റ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു വലിയൊരു കറക്ഷൻ മാർക്കറ്റിൽ ചെയ്യാൻ സാധ്യതയില്ല. കാരണം ഓൾറെഡി മാർക്കറ്റ് ഇന്നത്തെ ഈ ഒരു US ന്യൂസിലാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്തത്. പക്ഷെ നമ്മളെ മാർക്കറ്റിൽ ഈ US ജോബ് ഡാറ്റയൊക്കെ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് റിലവൻറ്റ് ടു ഇന്ത്യൻ മാർക്കറ്റ്. ഇതിപ്പോൾ വേൾഡ് മാർക്കറ്റിലൊരു സെൻറ്റിമെൻറ്റ്സ് ആയപ്പോൾ നമ്മളൊന്ന് കറക്റ്റ് ചെയ്യാനല്ലാണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ US ഡാറ്റ വെച്ചിട്ട് ഐ ഡോണ്ട് തിങ്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് ബെനിഫിറ്റ് ഉണ്ടാകുന്നുള്ളതായിരിക്കും. സോ ഐ തിങ്ക് ദിസ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ ബൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇത് മാർക്കറ്റ് തരുന്നത്. സോ എനിവേ വിൽ സീ നെക്സ്റ്റ് വീക്ക്. ഹാവ് എ നൈസ് വീക്കെൻഡ്. താങ്ക് യു വെരി മച്ച്.